അതേപോലെ കോട്ടയത്തിന്റെ അഭിമാന സ്തംഭമായ കാരിത്താസ് ആശുപത്രി ക്രിസ്മസ് വിളക്കുകളാൽ അലങ്കൃതമായി കഴിഞ്ഞിരിക്കുകയാണ്. ലോകത്തുള്ള എല്ലാവരും ആഘോഷത്തിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ തങ്ങളുടേതല്ലാത്ത കാരണത്താൽ ആഘോഷത്തിൽ ഏർപ്പെടാതെ രോഗിയായി തീർന്ന ആശുപത്രിയിൽ കിടക്കുന്നവരുടെയും അവരുടെ കൂട്ടിരിപ്പുകാരുടെയും അതുപോലെ തന്നെ വീട്ടുകാരെല്ലാം ആഘോഷത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ നിന്ന് വിട്ടുമാറി ഈ രോഗികളെ പരിചരിക്കാനെത്തുന്ന രോഗി പരിചരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആശുപത്രി ജീവനക്കാരുടെയും സന്തോഷത്തെ മുൻനിർത്തിയാണ് ഈ അലങ്കാരങ്ങളെല്ലാം ചെയ്യുന്നത്. എന്നാൽ കാരിത്താസിന്റെ ക്രിസ്മസ് ആഘോഷം ഇതല്ല. യഥാർത്ഥ ക്രിസ്മസ് ആഘോഷം എന്താണെന്ന് ഞാനിവിടെ കണ്ട നമ്മുടെ ഡയറക്ടർ അച്ഛൻ, നമ്മുടെ സ്നേഹവാനായ ബിനു അച്ഛൻ നമ്മളോടൊപ്പമുണ്ട്. അച്ഛൻ നമ്മളോട് ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കും. ബാഹ്യമായ ആഘോഷങ്ങൾ മാത്രമല്ല കാരിത്താസ് ആശുപത്രിയിലുള്ളത്. കാരിത്താസ് ആശുപത്രിയുടെ ബലം എന്ന് പറയുന്നത് ഇവിടുത്തെ ജീവനക്കാരാണ്. ഈ ജീവനക്കാരിൽ ഏകദേശം 10ഓളം പേര് സ്വന്തമായിട്ട് ഭവനമില്ലാതിരിക്കുന്നത് കണ്ടെത്തി സ്വന്തമായിട്ടൊരു ഭവനം പണിത് കൊടുക്കുവാനായിട്ട് കാരിത്താസ് ആശുപത്രി തീരുമാനിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ഭവനത്തിന് 7,50,000 രൂപ ചെലവ് വരുന്ന ഈ പ്രോജക്റ്റാണ്. രണ്ടാമതായിട്ട് ഈ ഹോസ്പിറ്റലിന്റെ പല ഭാഗത്തായിട്ട് കളക്ഷൻ പോയിന്റ് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ജീവനക്കാർ നൽകുന്ന നല്ല വസ്ത്രങ്ങൾ, ഉപയോഗത്തിനുള്ള മറ്റു സാമഗ്രികളെല്ലാം ഈ ആവശ്യമുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാനുള്ള പ്രേരണയും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. മൂന്നാമതായിട്ട് പാലിയേറ്റീവ് കെയർ. ഒത്തിരി രോഗികൾ വീടുകൾ കിടപ്പുണ്ട്. ഞങ്ങളുടെ ഡോക്ടേഴ്സും നഴ്സുമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളും എല്ലാം ഇറങ്ങിച്ചെന്നുകൊണ്ട് അവരെ പരിചരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പാലിയേറ്റീവ് കെയറും അത് ഫ്രീ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് നിങ്ങൾ അറിയാത്ത കാരിത്താസ് ആശുപത്രിയിലെ ക്രിസ്മസ് ആഘോഷങ്ങൾ. എല്ലാവർക്കും മെറി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ. ഏവർക്കും ഹാപ്പി ക്രിസ്മസ്.